Good morning, welcome back to our channel, Be the Change by Rishra. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ വേണ്ട, നമുക്ക് ഇന്ന് മുതൽ ചെയ്യാം. കാരണം എനിക്കിപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ ഇപ്പോൾ 2-3 വീക്സേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ എനിക്കൊന്ന് ഒതുങ്ങണം. ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ എന്താ പറയുക, ഞാൻ ചാലഞ്ച് ചെയ്തവരൊക്കെ എന്നെ കളിയാക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ പലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി ഫ്രഷായി. സമയം 7:15 കേട്ടോ. ഓക്കെ, ഇപ്പം നേരത്തെ എഴുന്നേക്കാറുണ്ട്, അമ്മയും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ നേരത്തെ എഴുന്നേക്കും. അപ്പം നമുക്കിന്ന് വെയിറ്റ് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാം. വെയിറ്റ് എന്ത് തന്നെ ആയാലും നമ്മൾ എല്ലാം കോൺഫിഡൻറ്റോടെ മുന്നോട്ട് നമ്മൾ പോകാൻ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 86.6 ആണ്. 6 അല്ലേ? അതെ, 86.6 ആണ്. നോ പ്രോബ്ലം, വാട്ട് എവർ ഹാപ്പൻഡ് നമുക്കെല്ലാം ശരിയാക്കാം കേട്ടോ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും ദിവസം നമ്മൾ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഫ്ലക്ച്വേഷൻസും ഫുഡ് അടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പിള്ളേർ രാവിലെ തന്നെ ടി വി വെച്ചിരിക്കുകയാണ്. എൻ്റെ സ്റ്റാൻഡ് എവിടെയോ മിസ്സായി. നാട്ടിലേക്ക് ഞാൻ എടുത്തിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ കൈ കൊണ്ട് പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, എവിടെയെങ്കിലും നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്യണോ നോക്കട്ടെ. അപ്പോൾ അതിനെപ്പറ്റി കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്. രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കട്ടെ. ചൂടുവെള്ളത്തിന് നോക്കട്ടെ. നമ്മളിവിടെ മറ്റേ വാട്ടറൊക്കെ തണുത്ത് കാണും, ഈസി ആയിട്ട് വെക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാക്കട്ടെ. അപ്പോൾ അതാ രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്യാനുള്ള പൊത്തപ്പാടിലാണ്. നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ വിളക്കെത്തിച്ച് കുളിക്കാൻ പറ്റിയില്ല, ഫ്രഷായി. അതിനുശേഷം എൻ്റെ മോർണിംഗ് റൂട്ടീൻ നടന്നത് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ചൂടുവെള്ളം കുടിച്ചു. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാനത് ഇതുവരെയായിട്ട് മാറ്റി പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രിഫറൻസ് അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിതാണ്, ഞാൻ സ്ഥിരമായിട്ടൊരു 2 വർഷമായിട്ട് ഇതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞ് 1 hour കഴിഞ്ഞിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 2 ദോശയും ഉഴുന്നുപൊടി ഉണ്ടല്ലോ, അത് ഒലിവ് ഓയിൽ ചാലിച്ചെടുത്താണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അമ്മക്ക് ഉഴുന്നുപൊടി കൊണ്ടു. അപ്പം പിള്ളേർ അവിടെ എന്തൊക്കെ കഴിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു, ബിസ്ക്കറ്റും ചായയൊക്കെ. പിന്നെ അതിനിടയ്ക്ക് അമ്മേനോട് കുറേ വർത്തനമൊക്കെ പറഞ്ഞു. കാരണം പോസ്റ്റ് വള്ളി ഇരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ എന്തൊക്കെയോ വർത്തനം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ചായ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് വെറും ദോശ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് വെള്ളം കുടിച്ചു കേട്ടോ. ഇന്ന് ഫുള്ള് ഈ വെള്ളം ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബെഡ് നന്നാക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബെഡിൻ്റെ അവിടെ ചെറിയൊരു പൊസിഷൻ ചേഞ്ചിങ് ഉണ്ടായിരുന്നു. നമുക്ക് 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് അടിച്ച കാര്യം വൃത്തിയാക്കി അവർ പോകാൻ തന്നെ കുറേ സമയം എടുത്തു. വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയം എടുക്കാനും നമ്മുടെ ഷെൽഫിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. കാരണം അടച്ചിട്ടിട്ട് പോയതല്ലേ. അപ്പോൾ അതൊക്കെ ഫുൾ ചെയ്ത് അതിനുശേഷം ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് ചോറും പരിപ്പും മത്തനും കൂടി ഇട്ട കറിയാണ്. അമ്മ കഴിച്ച പ്ലേറ്റിലാണെന്നാണ് ഞാൻ കഴിച്ചത്. 2 മത്തി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ തൈര് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഞാൻ കുറച്ച് നന്നായിട്ട് അധികം എടുത്തു. പിന്നെ കുളിച്ച് ചോറ് കഴിക്കാനിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. പക്ഷേ ചോറ് കഴിച്ചപ്പോൾ ശരിയായി. പിന്നെ വൈകിട്ടൊന്ന് കോർണേഷനിലേക്കൊന്ന് പോയി. അപ്പോൾ കോർണേഷൻ അവിടെ തന്നെ ടീ ടൈം ഉണ്ടായിരുന്നല്ലോ. സാൻഡ്വിച്ചും ജ്യൂസും കഴിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു. ബൈ.